ഇന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയപ്പം നമ്മുടെ ഗ്രാസ് ഫുള്ളും ഈ പൂക്കളും ചപ്പൊക്കെ വീണ് അലങ്കോലായി കിടക്കുന്നുണ്ടായിരുന്നു. ഈ സാധനം കൊണ്ട് വൃത്തിയാക്കാൻ നോക്കിയെങ്കിലും ഇത് യൂസ് ചെയ്യുമ്പോൾ ഗ്രാസ് അങ്ങ് പറഞ്ഞു വരികയാണ്. പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ കച്ചറൊക്കെ വാരി. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ചൂലുകൊണ്ട് നല്ല രീതിക്ക് പോകുമെന്ന്. പിന്നെ ഞാൻ അതുകൊണ്ട് ചെയ്തു. അപ്പുറത്തെ ഗ്രാസിൽ അങ്ങനെ കച്ചറയൊന്നുമില്ല, കാരണം ഇപ്പുറത്തെ ഗ്രാസിൽ ബോഗൺവില്ലയാണ് വെച്ചത്. ബോഗൺവില്ലയിൽ നിന്ന് നല്ല രീതിക്ക് പൂക്കൾ കൊഴിയുന്നതുകൊണ്ടാണ് അവിടെ മാത്രം അത്ര കച്ചറ. പിന്നെ ഇവിടെ ഉമ്മ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് വെർട്ടിക്കൽ ഗാർഡന്. ആകെ ഓർക്കിഡ് മാത്രമേ ഉള്ളൂ. ഓർക്കിഡിൻ്റെ കിടക്ക് ഇതാ ഈ 2 ചെടിയും പൂക്കളും ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയാട്ടോ. ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ ബാക്കിൽ ഒരു മാവുണ്ട്. ഈ മാവ് ആദ്യമായിട്ട് പൂത്തപ്പോൾ നല്ല രീതിക്ക് മാങ്ങ ഉണ്ടായിരുന്നു. കുറേ കൊലകൾ മാങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കണ്ണ് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതിൽ ഇതുവരെ മാങ്ങ പിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പുറം സപ്പോട്ടമരമുണ്ട്. അതിൽ അത്യാവശ്യം നല്ലോണം പൂക്കാറുണ്ട്. പക്ഷെ എനിക്ക് സപ്പോട്ട ഇഷ്ടമല്ല. പിന്നെ ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പക്കിൻ്റെ മരമാണ്. ഇതിൽ പണ്ടേ നല്ല രീതിക്ക് പിടിക്കാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അഥവാ പിടിക്കുകയാണെങ്കിൽ തന്നെ പക്ഷികളൊക്കെ കൊത്തിക്കൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ അത് താഴെ വീഴും. ഇതാണ് അതിൻ്റെ അവസ്ഥ. പക്ഷികൾ കൊത്തിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോട്ടിൽ സെറ്റാക്കി വെച്ചത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ആപ്പിൾ ചാമ്പക്ക കണ്ടത്. അത്യാവശ്യം നല്ല പഴുത്താണ്. ഞാൻ കുറേ ആപ്പിൾ ചാമ്പക്ക കഴിച്ചിട്ട്, കാരണം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എപ്പോഴെങ്കിലൊക്കെ കഴിക്കും. പക്ഷെ ഇപ്പം എന്തോ കഴിക്കാനായിട്ട് കൊതി വന്നു. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് തൊട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് എൻ്റെ കൈ തട്ടി ആ ആപ്പിൾ ചാമ്പക്ക അങ്ങ് താഴെ വീണു. എനിക്ക് വേണ്ടത് ആപ്പിൾ ചാമ്പക്കയായിരുന്നു, അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നിങ്ങളുടെ നാട്ടിലും ആപ്പിൾ ചാമ്പക്ക എന്ന് തന്നെയാണോ പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം കൊണ്ടുപോയിട്ട് കഴുകി ഒന്ന് കഴിച്ചു നോക്കി. നല്ല മധുരം ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ആപ്പിൾ ചാമ്പക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 2 കടി അടിച്ചിട്ട് അത് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അവൾ ടാബ് ഉണ്ടുകൊണ്ട് ബിസ്ക്കറ്റ് തിന്നുന്നുണ്ടായിരുന്നു. ഞാനത് അവൾക്ക് കൊടുത്തു. എന്നിട്ട് അവൾ ഇനിയും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.